Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സ്റ്റേജ് ഉദ്ഘാടനവും വാർഷികാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെട്ടിടോദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പഠന നിലവാരം ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും ഇതിനായി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. പൂരോത്സവം കഴിഞ്ഞതോടെ മാലിന്യം നിറഞ്ഞ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. പാറ ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സുനിശ്ചിതം എന്ന പേരിൽ ബഹിരാകാശ സദസ് സംഘടിപ്പിച്ചു. ISRO മുൻ ഡയറക്ടർ ഡോക്ടർ പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാടില്ല, നിറം മങ്ങില്ല, കാലങ്ങളോളം ഈടുനിൽക്കും. വിഷുവിപണിയിൽ തരംഗമായി മാറുകയാണ് കൃത്രിമ കണിക്കൊന്നകൾ. പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങൾ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് വൻ ഡിമാൻഡാണെന്ന് വ്യാപാരികൾ പറയുന്നു. വാർത്തകൾ വിശദമായി. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സ്റ്റേജ് ഉദ്ഘാടനവും വാർഷികാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെട്ടിടോദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പഠന നിലവാരം ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും ഇതിനായി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സ്റ്റേജ് ഉദ്ഘാടനവും വാർഷികാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെട്ടിടോദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലക്കകത്ത് അക്കപരിചയമുള്ള അക്ഷരപരിചയമുള്ള തലമുറ വളർന്നു വരണം. ഏത് മത്സര പരീക്ഷകളോടും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കണം. ഏത് മത്സര പരീക്ഷ വെച്ചാലും അതിൽ ഒന്നാം സ്ഥാനത്തുള്ള കുട്ടികൾ നമ്മുടെ കുട്ടികളാവണം. നമുക്ക് നെഞ്ചത്ത് വെച്ച് പറയാൻ സാധിക്കും, എല്ലാ മത്സര പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തൊന്നും ഇല്ല. ഏത് മത്സര പരീക്ഷയും വിജയിക്കാൻ പ്രാപ്തരായിരിക്കണം വിദ്യാർത്ഥികളെന്നും പഠന നിലവാരം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നും ഇതിനായി ഏവരുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. എം രാജഗോപാലൻ MLA ആധുനിക സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സുനിൽകുമാർ ജി സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് M, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈനി N എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KDP സ്പെഷ്യൽ ഓഫീസർ ചന്ദ്രൻ V ചടങ്ങിൽ പങ്കെടുത്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് ചെയർപേഴ്സൺ K ശകുന്തള, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ, M ശ്രീജ, KT ലത, കാസർഗോഡ് DDE മധുസൂദനൻ TV, ഹെഡ്മാസ്റ്റർ VK സഖറിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൂരോത്സവം കഴിഞ്ഞതോടെ മാലിന്യം നിറഞ്ഞ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. പാറ ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. പൂരോത്സവത്തിന്റെ ഭാഗമായി വടകുന്ത ക്ഷേത്രത്തിന് സമീപം മാടായിപ്പാറയിൽ നടന്ന പൂരച്ചന്തയുടെ ഭാഗമായുള്ള മാലിന്യങ്ങളാണ് മാടായിപ്പാറയിൽ തള്ളിയത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെ അലക്ഷ്യമായി തള്ളിയിരിക്കുകയാണിവിടെ. വടകുന്ത തടാകത്തിനും മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യത്തിനും വെല്ലുവിളി ഉയർത്തിയേക്കാവുന്ന മാലിന്യങ്ങൾ ചാക്കുകണക്കിന് ഇവിടെ ഉപേക്ഷിച്ചിട്ടും
സ്ഥലം ശുചീകരിക്കുവാനുള്ള നടപടികൾ ഇനിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് പൂരം കഴിഞ്ഞത്. അപ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് വടുകുന്ന തടാകത്തിലേക്ക് പ്ലാസ്റ്റിക് പോകുന്നു. അതുപോലെ ശുദ്ധജലം അതിനും ഒരു മോശം എന്ന് പറയപ്പെടുന്നത് കേൾക്കുന്നത് ഈ മാലിന്യം കൊണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മാലിന്യം നീക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. നിരവധി പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയൊരുക്കുന്ന മാടായിപ്പാറയെ നശിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെട്ട് ഇവിടം ശുചീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സുനിശ്ചിതം എന്ന പേരിൽ ബഹിരാകാശ സദസ് സംഘടിപ്പിച്ചു. ISRO മുൻ ഡയറക്ടർ ഡോക്ടർ പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സുനിശ്ചിതം എന്ന പേരിൽ ബഹിരാകാശ സദസ് സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ മുൻ ഡയറക്ടറും ISROയുടെ പ്രധാന കേന്ദ്രമായ ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ പി കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. TV രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PM സിദ്ധാർത്ഥൻ, V രമേശൻ, A മാധവൻ, PP ജയശ്രീ, P കുഞ്ഞിക്കണ്ണൻ, N രാജേഷ്, M ദിവാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ബഹിരാകാശ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാടില്ല, നിറമങ്ങില്ല, കാലങ്ങളോളം ഈടുനിൽക്കും. വിഷുവിപണിയിൽ തരംഗമായി മാറുകയാണ് കൃത്രിമ കണിക്കൊന്നകൾ. പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങളിൽ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് വൻ ഡിമാൻഡാണെന്ന് വ്യാപാരികൾ പറയുന്നു. വിഷുക്കണി ഒരുക്കുന്നതിൽ കണിക്കൊന്ന പൂവുകൾക്ക് പ്രഥമ സ്ഥാനമാണ്. ഉണ്ണിക്കണ്ണന്റെ അരഞ്ഞാണമാണ് കണിക്കൊന്നകൾ എന്ന ഐതിഹ്യ കഥ വിഷുക്കണിയിൽ കൊന്നപ്പൂക്കളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്ത് കാലം തെറ്റി കൊന്നകൾ പൂക്കുന്നു. വിഷു ആകുമ്പോഴേക്കും പൂക്കൾ പലതും കൊഴിഞ്ഞുതീരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് കണിയൊരുക്കാൻ കൃത്രിമ കൊന്നപ്പൂക്കളെ ആളുകൾ ആശ്രയിച്ചു വരുന്നത്. മാറിയ കാലത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും നാം പിന്തുടർന്നു വന്നതിനെ പലതിനെയും മാറ്റിമറിക്കാൻ കഴിയുമെന്നതുപോലെ തന്നെയാണ് കൃത്രിമ കൊന്നപ്പൂക്കളുടെ വരവും. പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ കൊണ്ടാണ് കൃത്രിമ കണിക്കൊന്നകൾ ഒരുക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങളിൽ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് ഡിമാൻഡ് കൂടുതലാണെന്ന് വ്യാപാരികളും പറയുന്നു. പൂവ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 40 രൂപക്ക് വിറ്റതാണ്, ഇപ്പം 30 രൂപക്കാണ് വിൽക്കുന്നത്. ഇതിൻ്റെ ആളിപ്പോൾ കുറവാണ്. കാലാകാലം കഴിയുന്നതോറും വിഷുവിൻ്റെ പ്രസക്തി മറ്റു തരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ഈ യുഗത്തിലേക്ക് മാറി. അപ്പോൾ ഇതിനുള്ള വ്യാപാരമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആൾക്കാർക്കുള്ള വിശ്വാസങ്ങളെല്ലാം പിന്നെ കുറേയൊക്കെ കോമഡിയായിട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന ഈ കണിക്കൊന്നകൾ ഒരു തവണ വാങ്ങിയാൽ ദീർഘകാലം വിഷുക്കാലങ്ങളിൽ കണിയൊരുക്കാൻ ഉപയോഗിക്കാമെന്നതും ആളുകളുടെ പ്രിയം വർദ്ധിപ്പിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാമൂഹ്യ പുരോഗതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്ത കോറോം രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിന്റെ 77ാം വാർഷിക ദിനാചരണം കൂർക്കര കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു. ഇല്ലാതാക്കാൻ കുഴിച്ചുമൂടാൻ, ഇല്ലാതാക്കാൻ കുഴിച്ചുമൂടാൻ, ഇല്ലാതാക്കാൻ കുഴിച്ചുമൂടാൻ, എടുത്തുനിൽക്കാൻ പ്രതിരോധിക്കാൻ. മറവിൽ വാളും ബോംബും വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വിയോജിപ്പിന്റെ വിളംബരം എന്ന ശീർഷകത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമ ഭേദഗതിയിലൂടെ രാജ്യത്ത് വിഘടനതന്ത്രം നടപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംരക്ഷകരായി ചമയുന്ന ആളുകളുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കി അത്തരം ആളുകളെ കരുതിയിരിക്കാൻ മതേതര വിശ്വാസികൾക്ക് കഴിയണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ പ്രസ്താവിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വിയോജിപ്പിന്റെ വിളംബരം എന്ന ശീർഷകത്തിൽ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐതിഹാസികമായ സമരമുന്നേറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുന്ന ഒരു വലിയ പോരാട്ടമായി ഇത് വളർന്നു വരും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ BJP ലക്ഷ്യം വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. വഖഫ് ബില്ലെന്നല്ല, 1ഉം 2ഉം മോഡി സർക്കാരുകളുടെ കാലത്ത് BJP രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമപരിഷ്കാരങ്ങളുടെയും പിറകിൽ അവർക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ, അതിനൊക്കെ അപ്പുറത്ത് രാജ്യത്തെ ഏറ്റവും പ്രബലമായ മുസ്ലിം മതന്യൂനപക്ഷത്തെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയം രാജ്യത്ത് കൊണ്ടുവരിക. ജിയാസ് വെള്ളൂർ അധ്യക്ഷത വഹിച്ചു. ഷജീർ ഇക്ബാൽ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള മുഖ്യാതിഥിയായി. ആക്ടിവിസ്റ്റും KPCC മീഡിയ പാനലിസ്റ്റുമായ അഡ്വക്കേറ്റ് VR അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. സവാദ് മമ്പ്രം, ഹസൻ കുഞ്ഞി അരിപ്പാമ്പ്ര, മഷൂദ് കണ്ണൂർ, SK നൌഷാദ്, KK അഷ്റഫ്, ഇക്ബാൽ കൊയ്പ്ര, സൈനുൽ ആബിദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ 300 ആചാരം കൊടുക്കൽ ചടങ്ങ് നടന്നു. PV ആദിത്യനാണ് 300 ആചാരം നൽകിയത്. ആചാരങ്ങളിലും ചടങ്ങുകളിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ കോലധാരികൾക്ക് ആചാരം നൽകുക എന്ന സമ്പ്രദായമുണ്ട്. ഇത്തരത്തിൽ പ്രശസ്ത തെയ്യം കലാകാരൻ ബാബു മുന്നൂറ്റാന്റെ മകൻ PV ആദിത്യന് അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം 300 ആചാരപ്പേര് നൽകി. പയ്യന്നൂർ 300 ആചാരപ്പേരും പട്ടും വളയും നൽകിയത് കാരളി അമ്മോന്റെ പ്രതിനിധി കുഞ്ഞിമംഗലം മന പ്രശാന്ത് തിരുമുമ്പാണ്. എരഞ്ഞിക്കയിൽ വെച്ച് ക്ഷേത്രേശന്മാരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. 500 വിഭാഗത്തിന് കോലസ്വരൂപത്തിൽ നിന്ന് ചിറക്കൽ തമ്പുരാൻ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് പയ്യന്നൂരിലേക്ക് അയക്കുകയും ഇവിടുത്തെ ക്ഷേത്രത്തിൽ 1ാമത്തെ കോലത്തിനുള്ള അവകാശം കൽപ്പിച്ച് അനുവദിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പ്രധാന കോലക്കാരായ കുണ്ടോറ പെരുവണ്ണാന്മാർക്ക് പുറമെ 500 വിഭാഗത്തിലുള്ളവർക്ക് അങ്ങനെയാണ് ഇവിടെ കോലം കിട്ടിയത്. വിവിധ സമുദായ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരും സമുദായികളും പങ്കെടുത്ത ചടങ്ങിലാണ് 300 ആചാരം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാടായി സുൽത്താൻ കനാലിനെ മാലിന്യമുക്തമാക്കി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ലോക റെക്കോർഡ് ഉൾപ്പെടെ അംഗീകാരങ്ങളും പുരസ്കാരവും ഒപ്പം ഡോക്ടറേറ്റും നേടിയ നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. മഴക്കാലം എത്തും മുൻപേ മാലിന്യം നിറഞ്ഞ സുൽത്താൻ കനാലിനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പയിൻ നടന്നത്. ഫൈബർ വള്ളം, കയാക്കിംഗ് തോണി എന്നിവ ഉപയോഗിച്ചായിരുന്നു ശുചീകരണം നടത്തിയത്. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നാടിനെ മാലിന്യമുക്തമാക്കുവാനും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുവാനുമാണ് ഇത്തരം ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് ചാൾസൺ ഏഴിമല പറഞ്ഞു. പഴയങ്ങാടി ബോട്ട് ജെട്ടി വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. പോസിറ്റീവ് കമ്മ്യൂണൽ ചീഫ് മെന്റർ KP രവീന്ദ്രൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാസ്മിൻ ചാൾസൺ, ഷാജി തടവില, ഹാഷിം MK, K മനോജ് കുമാർ, ജോൺസ് പീറ്റർ, വില്യംസ് ചാൾസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കഴിഞ്ഞ 12 വർഷത്തിലേറെയായി കാങ്കോൽ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് 110 kV സബ്സ്റ്റേഷന് എതിർവശത്തുള്ള നവീകരിച്ച ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. പുതിയ നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം
എയർ കേരള ചെയർമാനും സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാനുമായ ആഫി അഹമ്മദ് UPC നിർവഹിച്ചു. കാങ്കോലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും നൂതന ബാങ്കിംഗ് സേവനങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം എയർ കേരള ചെയർമാനും സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാനുമായ ആഫി അഹമ്മദ് UPC നിർവഹിച്ചു. നവീകരിച്ച ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. കൂടുതൽ സാങ്കേതിക വിദ്യയും നൂതന സുരക്ഷാ സംവിധാനവുമുള്ള പുതിയ ലോക്കർ സംവിധാനം ഇടപാടുകാർക്കായി മദർ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിജു MC സമർപ്പിച്ചു. ഇടപാടുകാർക്കായി വളരെ എളുപ്പത്തിലും വേഗതയിലും ഗോൾഡ് ലോൺ നൽകുന്നതിനുള്ള കൗണ്ടർ സെന്റ് മേരീസ് ഡബ്ബേഴ്സ് മാനേജിംഗ് പാർട്ണറും ബാങ്കിന്റെ പഴയകാല ഇടപാടുകാരനുമായ ജോസഫ് കാണ്ടാവനും നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ണൂർ റീജിയണൽ മേധാവി രാജേഷ് NR അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ബാങ്കിങ്ങിലുള്ള വിശാല സാധ്യതകളെപ്പറ്റിയും ഈ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുന്നതിനെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് ഇന്ന് ബാങ്ക് എന്ന് പറയുന്നത് വീട്ടിലെ ലോക്കറാണ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് തളിപ്പറമ്പ് ക്ലസ്റ്റർ ഹെഡ് സുജിത് ബാബു സ്വാഗതം പറഞ്ഞു. കേരള ഗവൺമെന്റുമായി സഹകരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന K-സ്മാർട്ട് എന്ന പ്രൊജക്ടിനെ കുറിച്ച് വിശദീകരിച്ചു. വാർഡ് മെമ്പർ സതി, കേരള വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി രതീഷ്, റിട്ടയർഡ് റെയിൽവേ ബോർഡ് ഡയറക്ടർ കുളങ്ങരത്ത് ഗംഗാധരൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഗവൺമെന്റ് ബിസിനസ് ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് മാനേജർ സുശാന്ത് ചടങ്ങിൽ പങ്കെടുത്തു. ഇടപാടുകാരെ പ്രതിനിധീകരിച്ച് സംസാരിച്ച യജ്ഞേശ്വരൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇടപാടുകാർക്ക് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളെ അനുമോദിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാങ്കോൽ ശാഖ മാനേജർ ജോബിൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അനീതിയിലൂടെ കൈവശപ്പെടുത്തി വെക്കുന്നതെല്ലാം അസ്വസ്ഥതയാണ് നൽകുകയെന്ന് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. 40ാം വെള്ളിയാചരണത്തിന്റെ ഭാഗമായി ഏഴിമല ലൂർദുമാത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശുമല കയറ്റത്തിന്റെ സമാപനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെയും സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെയും നേതൃത്വത്തിലാണ് മലയടിവാരമായ കുരിശുമുക്കിലെ കപ്പേളയിൽ നിന്നും മലമുകളിലേക്ക് കുരിശിന്റെ വഴി നടത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെയും രോഗികളെയും വയോജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് കുരിശുമുക്കിൽ നിന്നും കുരിശുമല കയറ്റം ആരംഭിച്ചത്. മലമുകളിലേക്കുള്ള വീഥികളിലൂടെ കാൽവരിയിലെ പീഡാസഹന സ്മരണകളുമായി നടത്തിയ കുരിശിന്റെ വഴിയിൽ കണ്ണൂർ രൂപത വികാരി ജനറൽ ഫാദർ ക്ലാരൻസ് പാലിയത്ത്, രൂപതയിലെ സംഘടനകൾ, വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, വിശ്വാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാതയോരത്തെ 14 കുരിശുകൾക്കും മുന്നിലൂടെ യേശുവിന്റെ പീഡാസഹനം സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗാനങ്ങളുമായി മുന്നേറിയ കുരിശിന്റെ വഴി മലമുകളിൽ മിഷണറി വര്യനായ മൊന്തനാരിയച്ചന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിലാണ് സമാപിച്ചത്. രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ സമാപന പ്രാർത്ഥനയ്ക്കു ശേഷം ബിഷപ്പ് വടക്കുംതലയുടെ സമാപന ആശീർവാദത്തോടെയാണ് കുരിശിന്റെ വഴി തീർത്ഥാടനം സമാപിച്ചത്. യേശുവിനോടൊപ്പമാണ് നാം ഈ യാത്ര ചെയ്യുന്നത്. ഇതിലെ ഓരോ 14 സ്ഥാനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ നാം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആ കാൽവരിയിലേക്കുള്ള യാത്രയുടെ അനുസ്മരണം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ യാത്ര, ആ യാത്രയിലുള്ള സഹനങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, വേദനകൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളും പോരായ്മകളും ബലഹീനതകളും പരിമിതികളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശുവിൻ്റെ ഈ പീഡാനുഭവ യാത്ര, ഈ ഒരു ഭാരമുള്ള കുരിശും വഹിച്ചുകൊണ്ട് നാം നടത്തുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങ് ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടാകണമേ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏപ്രിൽ 12 ബഹിരാകാശ ദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹിരാകാശ ദിനാഘോഷവും ജില്ലാ ബാലവേദി സംഗമവും സംഘടിപ്പിച്ചു. മണ്ടൂരിൽ നടന്ന പരിപാടി പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അതിനുമപ്പുറം എന്താണ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു.
ഏപ്രിൽ 12 ബഹിരാകാശ ദിനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹിരാകാശ ദിന ആഘോഷവും ജില്ലാ ബാലവേദി സംഗമവും സംഘടിപ്പിച്ചു. മണ്ടൂരിൽ നടന്ന പരിപാടി പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അതിനുമപ്പുറം എന്താണ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയതും ബഹിരാകാശ രംഗത്ത് ISRO നടത്തിയ പ്രവർത്തനങ്ങളും ഇന്ത്യൻ ബഹിരാകാശ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് KP പ്രദീപ് കുമാർ ക്ലാസ് എടുത്തു. ബഹിരാകാശ സഞ്ചാര വീഡിയോകളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ക്ലാസ് നടത്തിയത്. ജില്ലാ ബാലവേദി കൺവീനർ ഗിരീഷ് കൊയിപ്ര അധ്യക്ഷത വഹിച്ചു. M ദിവാകരൻ മാസ്റ്റർ, PV ജയശ്രീ, സിന്ധു എന്നിവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം കുട്ടികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലഹരിക്കെതിരെ മാസ് ക്യാമ്പയിന് തുടക്കമിട്ട് പയ്യങ്കി അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഇൻസാനിയത്ത് എന്ന പേരിൽ നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. മാസ് ക്യാമ്പയിന്റെ തുടർച്ചയായി നാട്ടിൽ നിന്നും ലഹരിയെ തൂത്തെറിയുവാനുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളെയും ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ചേർത്ത് ലഹരി വിരുദ്ധ സേന രൂപീകരിക്കുവാനും പുതുതലമുറയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പയ്യങ്കി ജംഗ്ഷനിൽ ഇൻസാനിയത്ത് എന്ന പേരിൽ നടന്ന മാസ് ക്യാമ്പയിൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് VK മുഹമ്മദ് റഫീഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. M രാജഗോപാലൻ MLA ഭവന നിർമ്മാണ ധനസഹായ വിതരണം നടത്തി. STP ജമാലുദ്ദീൻ വിഷയാവതരണം നടത്തി. വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു. അൽമദാർ മുൻ പ്രസിഡന്റ് TKC മുഹമ്മദ് അലി ഹാജി, ജനറൽ കൺവീനർ MRM മുഹമ്മദ് ഷമീദ്, KMC താജുദ്ദീൻ, PK ഫൈസൽ, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർ TP മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മലയാള ഭാഷാ പാഠശാലയുടെ ഈ വർഷത്തെ O ചന്തുമേനോൻ സ്മാരക നോവൽ പുരസ്കാരം എഴുത്തുകാരനായ അംബികാസുധൻ മാങ്ങാടിനും മുരളി മോഹനനും നൽകും. പുരസ്കാര സമർപ്പണം മെയ് 3 പാഠശാലയുടെ 23ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കും. അംബികാസുധൻ മാങ്ങാടിന്റെ അല്ലോഹലൻ എന്ന നോവലിനും മുരളി മോഹന്റെ കതിവനൂർ വീരൻ ദൈവവും കനലാടിയും എന്ന നോവലിനുമാണ് പുരസ്കാരം. 6 വർഷത്തോളമായി പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയിരുന്ന അവാർഡുകൾ ഇത്തവണ മുതൽ വീണ്ടും നൽകി തുടങ്ങുകയാണ്. അവാർഡ് തുകയായ 15,000 രൂപയും വെങ്കല ശില്പവും പാഠശാല വാർഷിക ദിനമായ മെയ് 3 പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ നൽകും. C രാധാകൃഷ്ണൻ, സൂര്യ കൃഷ്ണമൂർത്തി, UK കുമാരൻ എന്നിവരാണ് അവാർഡ് നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നത്. മണിമാഷ്, MT അന്നൂർ, ശിവപ്രസാദ് ഷേണായി, ജോൺസൺ പുഞ്ചക്കാട്, ബാലകൃഷ്ണൻ ഉത്തമന്തിൽ തുടങ്ങിയ പാഠശാല പ്രതിനിധികളാണ് മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡരികിലെ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. ഓലയമ്പാടി കുറ്റൂർ റോഡിൽ കണ്ണങ്ങാട്ട് പെരുവാമ്പ റോഡിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. ഓലയമ്പാടി കുറ്റൂർ മാതമംഗലം റോഡിൽ കുറ്റൂർ കണ്ണങ്ങാട്ട് പെരുവാമ്പ റോഡിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. മരം ഉണങ്ങിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇനിയും മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡരികിലാണ് ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ മാതമംഗലത്ത് ഉണങ്ങിയ മരം വീണ് തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായിരുന്നു. ഈ മഴക്കാലത്ത് ഈ മരത്തിന് സമീപത്തുള്ള മരം കടപുഴകി വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അപകട ഭീഷണിയായി നിൽക്കുന്ന ഈ മരം എത്രയും പെട്ടെന്നു തന്നെ മുറിച്ചുമാറ്റാനാവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷുചന്ത ആരംഭിച്ചു. ബാങ്ക് പരിസരത്ത് ആരംഭിച്ച ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാമേഴ്സ് ക്ലബിന്റെയും ഇക്കോ ഷോപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് വിഷുചന്ത ആരംഭിച്ചത്. ബാങ്ക് പരിസരത്ത് സംഘടിപ്പിച്ച ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രശസ്ത സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മുരളീധരൻ, K ദിനേശൻ, അമ്പുക്കുഞ്ഞി, കുഞ്ഞിരാമൻ മാസ്റ്റർ, ഗോപി മാസ്റ്റർ, ശങ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചിത്രകാരിയും ചിത്രകല അധ്യാപികയുമായ മൂന കൃഷ്ണൻ പരിയാരത്തിന്റെ ഒരു വ്യാഴകാലഘട്ടത്തിനു ശേഷം എന്ന ചിത്ര പ്രദർശനത്തിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി.
എം വിജിൻ MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരിയും ചിത്രകലാ അധ്യാപികയുമായ മോന കൃഷ്ണൻ പരിയാരത്തിന്റെ ഒരു വ്യാഴ കാലഘട്ടത്തിനു ശേഷം എന്ന ചിത്രപ്രദർശനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ 1ാം റാങ്കോട് കൂടിയിട്ടാണ് UFAയുടെ അഡ്മിഷൻ അവർ നേടുന്നത്. പഠനശേഷം അവർ ജേർണലിസം പൂർത്തീകരിച്ചു. ഏതായാലും അവരുടെ പ്രധാനപ്പെട്ട മേഖല എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തനത്തിനപ്പുറം ഒരു ചിത്രകല മേഖല തന്നെയാണ്. കാരണം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നൊക്കെ ഒരു മികച്ച നിലയിൽ പഠനം പൂർത്തീകരിച്ചു. തീർച്ചയായും അവരുടെ കഴിവുകൾ ഇനിയും നമ്മുടെ ലോകം ഒരുപാട് അറിയേണ്ടതുണ്ട്. തൃക്കരിപ്പൂർ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാഘവൻ കടന്നപ്പള്ളി, ചന്ദ്രൻ മുട്ടത്ത്, ഗംഗാധരൻ മേലേടത്ത്, എം പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് പ്രദർശനം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാഗാസ് കണ്ടങ്കാളിയുടെ കെട്ടിടോദ്ഘാടനം ഏപ്രിൽ 20-ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. മുന്നോടിയായി നാഗാസ് പ്രസിദ്ധീകരിച്ച ബ്രോഷർ പ്രകാശനം പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീഹരി നിർവഹിച്ചു. നാഗാസ് കണ്ടങ്കാളിയുടെ കെട്ടിടോദ്ഘാടനം ഏപ്രിൽ 20-ന് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി നാഗാസ് പ്രസിദ്ധീകരിച്ച ബ്രോഷർ പ്രകാശനം പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീഹരി നിർവഹിച്ചു. കണ്ടങ്കാളി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ PM ഉണ്ണികൃഷ്ണൻ അടിയോടി ബ്രോഷർ ഏറ്റുവാങ്ങി. ക്ലബ്ബ് സെക്രട്ടറി ഷനോജ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് അനിൽകുമാർ T അധ്യക്ഷത വഹിച്ചു. സുരേഷ് M നന്ദി പ്രകാശിപ്പിച്ചു. ക്ലബ്ബ് മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സ്റ്റേജ് ഉദ്ഘാടനവും വാർഷികാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ കെട്ടിടോദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പഠന നിലവാരം ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും ഇതിനായി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. പൂരോത്സവം കഴിഞ്ഞതോടെ മാലിന്യം നിറഞ്ഞ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ. പാറ ശുചീകരിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സുനിശ്ചിതം എന്ന പേരിൽ ബഹിരാകാശ സദസ്സ് സംഘടിപ്പിച്ചു. ISRO മുൻ ഡയറക്ടർ ഡോക്ടർ P കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാടില്ല, നിറമങ്ങില്ല, കാലങ്ങളോളം ഈടുനിൽക്കും. വിഷുവിപണിയിൽ തരംഗമായി മാറുകയാണ് കൃത്രിമ കണിക്കൊന്നകൾ. പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങൾ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് വൻ ഡിമാൻഡാണെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.